പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. മണ്ണിലെ പൊന്മുത്തുകൾ ഈ കഥ കേൾക്കൂ. അപ്പുവിനും അമ്മുവിനും ആ വേനലവധിക്കാലം വിരസതയുടേതായിരുന്നു. എപ്പോഴും ഫോണിലും ടി വിയിലും നോക്കിയിരുന്ന അവരെ ഒരു വൈകുന്നേരം മുത്തശ്ശൻ അരികിൽ വിളിച്ച് പറഞ്ഞു, ദാ മക്കളെ, കുറച്ച് വെണ്ട വിത്തുകളും തക്കാളി തൈകളും. ഈ മണ്ണിലൊരു വിസ്മയമുണ്ട്. നിങ്ങൾ സ്വയം അധ്വാനിച്ച് അതൊന്ന് പുറത്തെടുക്കൂ. ആദ്യം അവർക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ലെങ്കിലും മുറ്റത്തിൻ്റെ ഒരു കോണിൽ അവർക്കായി മാറ്റിവെച്ച ചെറിയൊരു മൺതിട്ടയിൽ അവർ പണി തുടങ്ങി. കുഞ്ഞു കൈകൾ കൊണ്ട് അവർ മണ്ണ് കൊത്തിക്കിളച്ചു, കല്ലും പുല്ലും പെറുക്കി, മണ്ണ് പാകപ്പെടുത്തി. ദിവസവും രാവിലെയും വൈകുന്നേരം തോട്ടം നനയ്ക്കാനും വിത്തുകൾക്ക് തണലേകാനും അവർ മത്സരിച്ചു. അമ്മ അടുക്കളയിൽ നിന്ന് ചാണകപ്പൊടിയും ഉണങ്ങിയ ഇലകളും കൊടുത്തു. അവർ വളമായി അവയെല്ലാം ചേർത്തു. വേനൽ ചൂടിൽ വിയർത്തൊലിച്ചിട്ടും അവർ തളർന്നില്ല. തങ്ങൾ നട്ട വിത്തുകൾക്ക് കാവലായി മാറി. 4-ാം ദിവസം രാവിലെ ഓടിച്ചെന്ന അമ്മു ഉച്ചത്തിൽ വിളിച്ചുകൂവി, അപ്പൂ, ഓടിവാ, നമ്മുടെ വെണ്ടവിത്ത് മുളച്ചിരിക്കുന്നു. മണ്ണിൽ നിന്ന് തല പൊക്കി നോക്കുന്ന കുഞ്ഞിലകൾ കണ്ടപ്പോൾ അവർ ആവേശം പൂണ്ടു. മൊബൈൽ ഫോണിലെ കളികളിൽ ജയിച്ചതിനേക്കാൾ സന്തോഷം അവർക്കുണ്ടായി. കുഞ്ഞുങ്ങളുടെ ആവേശം ഇരട്ടിച്ചു. അവർ ചെടികളോട് സംസാരിക്കാൻ തുടങ്ങി. അവയ്ക്ക് ചുറ്റും പാറി നടക്കുന്ന പൂമ്പാറ്റകളെ നോക്കി ചിരിച്ചു. നാം ഹൃദയം നൽകി പരിചരിച്ചാൽ മണ്ണ് നമുക്ക് അമൃത് തരുമെന്ന് മുത്തശ്ശൻ എപ്പോഴും പറയുമായിരുന്നു. അതൊരു സത്യമാണെന്ന് ആ കുട്ടികൾ തിരിച്ചറിയുകയായിരുന്നു. ആഴ്ചകൾ കടന്നുപോയി. കുഞ്ഞുങ്ങളുടെ കൃഷിത്തോട്ടം പച്ചപ്പട്ടണിഞ്ഞു. വിരിഞ്ഞു നിന്ന മഞ്ഞ വെണ്ടപ്പൂക്കളും കുലകുലയായി തൂങ്ങിക്കിടക്കുന്ന പച്ച തക്കാളികളും ആ മുറ്റത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകി. ഒരു ഞായറാഴ്ച രാവിലെ അവർ ആദ്യത്തെ വിളവെടുപ്പ് നടത്തി. നീളമുള്ള വെണ്ടയ്ക്കകളും പഴുത്തു തുടത്ത കുറച്ച് തക്കാളികളും അവർ ഒരു തളികയിലാക്കി അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. കുഞ്ഞുങ്ങളുടെ അധ്വാനത്തിൻ്റെ ആ ഫലം വാങ്ങി അമ്മ അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചു. അന്ന് ഉച്ചയ്ക്ക് ആ തോട്ടത്തിലെ പച്ചക്കറികൾ കൊണ്ട് അമ്മയുണ്ടാക്കിയ സാമ്പാറിന് മറ്റെന്തിനേക്കാളും രുചിയുണ്ടായിരുന്നു. അതിൽ ആ കുഞ്ഞുങ്ങളുടെ വിയർപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും സുഗന്ധമുണ്ടായിരുന്നു.